കൃഷ്ണന്റെ ഫേവറേറ്റ് കറി അല്ലെങ്കിൽ ഒരു താലി എന്ത് വേണം വിളിക്കാം, അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബൈ ദ വേ, ഇനി കുറേ ഡേയ്സ് ആയി വ്ലോഗ് എന്താക്കാത്ത, വീഡിയോസ് ആക്കാത്ത, കുറേ സിറ്റുവേഷനിൽ കടന്നു പോയിക്കൊണ്ടുണ്ടായത്. നമ്മളെ ചുറ്റുള്ളവർക്കല്ലേ അസുഖം ബാധിച്ചെങ്കിൽ അല്ലെങ്കിൽ വേറെ പ്രശ്നം ബാധിച്ചെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബാധിക്കും. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ പോയിക്കൊണ്ടുണ്ടായത്. പിന്നെ കുറേ ആള് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നിട്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം കുറേ റീസൺസ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത്, വീഡിയോസ് എടുക്കാത്തത് തന്നെ. നമ്മളെ ലൈഫിലില്ലേ നമുക്ക് മാത്രം അസുഖവും പ്രശ്നങ്ങളും വരുമ്പോഴല്ലേ നമുക്ക് എഫക്റ്റ് ആണ്. അതിനെക്കാട്ടി കൂടുതൽ എഫക്റ്റ് ആണ് നമ്മളെ ചുറ്റുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വരുമ്പോഴേ നമുക്കത് നല്ലോണം എഫക്റ്റ് ആണ്. മെന്റലി ഇമോഷണലി ഒട്ടും ഓക്കെ അല്ലാത്ത ടൈമാണ്. അപ്പൊ അത് അനുഭവിച്ചവർക്ക് തന്നെ അറിയും അത്ര. അതിനുകൊണ്ട് തന്നെ ഇല്ല ഞങ്ങൾക്ക് വന്ന് പ്രൊമോഷൻ വെക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടുണ്ടായത്. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ എന്റെ റീച്ചും കാര്യങ്ങളെല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഈ വ്ലോഗ് ആക്കത്തവർക്കല്ല ഇത് കാണുമ്പില്ല ഭയങ്കര സിമ്പിൾ കാര്യമില്ല എന്തുള്ളതെന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം ആക്കാനില്ല നല്ല എഫേർട്ട് ഉണ്ട്. ഈ ഫോളോവേഴ്സ് ഉണ്ടാക്കാനില്ല അതിന്റെ ബാക്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടില്ലേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര. എല്ലാ പണിക്കുമില്ല അതിൻ്റെതായ ഒരു കഷ്ടപ്പാട് എന്തായാലും ഉണ്ടാവും. അപ്പൊ നല്ല ഫോട്ടോ എടുത്തിട്ടും ഉറങ്ങാത്തയും ഈ വോയിസ് ഓവർ ഇട്ടിട്ടും ഇങ്ങനെല്ലാം ആക്കിയിട്ടാണ് നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കയറ്റുന്നത്. വീഡിയോസ് അല്ലേ ഇല്ലേ സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ കുറേ പുച്ഛിച്ച ആൾക്കാരുണ്ട്. നമ്മളെ സ്വന്തക്കാരനായിട്ടുണ്ടാവും. എന്നിട്ട് ഓറിപ്പ് കേൾക്കുന്നത് നിനക്ക് എന്ത് കിട്ടുന്ന ഇല്ല, നിനക്ക് ക്യാഷ് കിട്ടുന്ന അതുണ്ടാ ഇതുണ്ടാ ഇതെല്ലാം വരുന്ന ഇതെല്ലാം ഫ്രീ അല്ലേ എന്നിട്ട്. അപ്പോൾ അയാൾക്ക് നമ്മൾ എന്തെല്ലാം എഫേർട്ട് ഇടുന്നിട്ട് ഓറ് കാണുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്ര തന്നെ പറയാനുള്ളത്. എന്തായെങ്കിലും ഈ പ്രതിസന്ധി മാറാനും ഈ അസുഖമെല്ലാം സുഖമാവാനും എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ ഇരക്കണം.